ഞണ്ട് കറി വെക്കാനാണേ. ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. കാണുന്നില്ല നിങ്ങൾക്ക്, പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, തേങ്ങ ഇത്രയും കൂടെ അരയ്ക്കും ഞണ്ട് കറി വെക്കാൻ. അരപ്പ് കലക്കി ഒഴിക്കാൻ പോവാണേ. ഞണ്ട് കറി വെക്കുന്നത് പച്ച അരച്ചാണ് വയ്ക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, ഇത്രയും കൂടെ അരച്ചു ഞാൻ അരപ്പ് കലക്കി ഒഴിച്ച് അരപ്പ് തിളച്ച് കഴിയുമ്പോഴാണ് ഞണ്ടിടുന്നത്. അരപ്പ് വെള്ളം ഞാൻ മൊത്തം ഒഴിച്ചു. അരപ്പ് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞണ്ടിന് കുറച്ച് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി ആദ്യം. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുപ്പ് ചേർക്കണം. ഞണ്ടിന് സ്വാഭാവികമായിട്ട് കുറച്ച് ഉപ്പുള്ളതാണ്. പിന്നെ നമ്മൾ ഞണ്ട് കറിക്ക് പിഴുപുളി പിഴിഞ്ഞതാണ് ഒഴിക്കുന്നത്. ഞാൻ അത് ഒഴിച്ച് പിഴുപുളി പിഴിഞ്ഞൊഴിച്ച് കറിവേപ്പില ഇട്ട് ഒരു പഴുത്ത തക്കാളി ഇട്ട് ഇളക്കി കൊടുക്കാം. മക്കളെ ഇനി അടച്ചു വയ്ക്കാം. അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് ഞണ്ടിടും. അരപ്പ് തിളച്ച് ഞാനിനി ഞണ്ടിട്ട് കൊടുക്കാൻ പോവാം. ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കണ്ടോ, ഞണ്ടിട്ട് കൊടുക്കുക. ഇത് നിറഞ്ഞു പോയി, അതുകൊണ്ട് ഇനി തുറന്ന് വെച്ച് വേവിക്കാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് തിളച്ച് വീഴും. കുഴപ്പമില്ല, വേവുമ്പോൾ കുറച്ചുകൂടി ഇത് ഒതുങ്ങും. അപ്പം ഞണ്ട് കറി ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ വീടിയിടാം. എന്നാലും ചെറുതായിട്ട് അടച്ച് വയ്ക്കാം. പാത്രം ഒന്ന് മാറി കേട്ടോ. ഞാൻ ഇത് ചെറുതായിരുന്നല്ലോ, അപ്പം ഞാൻ ഇതിൽ വെക്കാമെന്ന് വെച്ചു. എങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. പുളി കുറവാണ് ആയിരുന്നത്. ഞാൻ ഇച്ചിരി പിഴുപുളിയോടെ ചേർക്കും. പിഴുപുളിയാണ് ഇതിന് ചേർക്കുന്നത്. പുളിഞ്ഞ് ഇവിടെ ചേർക്കും. കുറച്ചുകൂടെ ചേർത്ത് ഞണ്ട് കറി റെഡിയായി വരുന്നുണ്ട്. ഞണ്ട് കറി റെഡിയായി കേട്ടോ. നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിന് പച്ചമുളക് കൂടെ ഇടണം. ഞാൻ മുമ്പേ പറയാൻ മറന്നുപോയി. അവരവരുടെ എരിയുടെ ആവശ്യത്തിന് ഉള്ള പച്ചമുളക് ഇടാം. ഓക്കെ.